എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ജെയിംസ് ക്ലിയറിൻ്റെ ഒരു പ്രചോദനം നമുക്ക് തരുന്ന ഒരു ബുക്കാണ്. ജെയിംസ് ക്ലിയർ എഴുതിയ പ്രചോദനം തരുന്ന ഒരു ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ അധ്യായം പറയുന്നത് ശീലങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിച്ചതിൽ നിന്നൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ചെറിയ ശീലങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഞാനത് വായിക്കാം. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ വായിക്കാം. ഒരു വിരൽ ഞൊടിച്ചാൽ നാം ആരും മാറില്ല, പുതിയൊരു വ്യക്തിയാകില്ല. ഓരോ ദിവസവും അല്പാൽപമായാണ് നാം മാറുക. നാം സ്ഥിരം നമ്മുടെ സ്വത്വത്തെ സൂക്ഷ്മമായ പരിണാമങ്ങളിൽ ലീനരാണ്. ഓരോ ശീലവും ഓരോ തോന്നലാണ് എന്നാണ് ഇത് പറയുന്നത്. അതുപോലെ ഓരോ ശീലത്തിനും ഫലം ലഭിക്കുക മാത്രമല്ല, അത് നിങ്ങളെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വയം വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു. നമ്മൾ ഓരോ ശീലങ്ങൾ ശീലിക്കുന്ന സമയത്ത്, പുതിയ പുതിയ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമ്മളിലുള്ള കോൺഫിഡൻസ്, ഒരു സെൽഫ് കോൺഫിഡൻസ് വളർത്താൻ അത് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. നിങ്ങൾക്ക് എപ്പോഴും ഉത്തമനായിരിക്കാൻ കഴിയില്ല. ആർക്കും ഒരു പെർഫെക്റ്റ് ആയിട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അവിടെയൊക്കെ കുറച്ചൊക്കെ ഇംപെർഫെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആ ഇംപെർഫെക്ഷൻസ് മനസ്സിലാക്കുകയും അതിനെ തിരിച്ചറിയുകയും അതിനെ വേണ്ട തിരുത്തലുകൾ തിരുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നത്. ആദ്യം നിങ്ങൾക്ക് എന്താവണം എന്ന് തീരുമാനിക്കുക. അപ്പം നമ്മൾ ശീലങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്, നമ്മൾ ഹാബിറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, രാവിലെ നടക്കാൻ പോകുന്ന ശീലം, അതിൻ്റെ ലക്ഷ്യം നമുക്ക് നല്ല ആരോഗ്യവും കാലിൻ്റെ മസിൽസിൻ്റെ സ്ട്രെങ്തും ഇതൊക്കെയാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 3 തലങ്ങളിലാണ് മാറ്റങ്ങൾ ഉള്ളത്: ഫലങ്ങളിലുള്ള മാറ്റം, സമ്പ്രദായങ്ങളിലുള്ള മാറ്റം, സ്വത്വ പരിണാമം. സോ ഈ സ്വത്വ പരിണാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ മാറ്റുമ്പോഴത്തേക്കും ഐഡന്റിറ്റി എവല്യൂഷൻ എന്ന് നമ്മൾ പറയും. നമ്മൾ ഓരോരോ ഐഡന്റിറ്റി ഉണ്ടാക്കുന്നത് പല ശീലങ്ങൾ നമ്മൾ ആവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആ ശീലങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവും. പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശീലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാനുള്ള ഏറ്റവും മികച്ച വഴി നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു എന്നതിലുപരി നിങ്ങൾ ആരായി മാറാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. നിങ്ങളുടെ ശീലങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ ഐഡന്റിറ്റി ഉടലെടുക്കുന്നത്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന വോട്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വോട്ടായിട്ട് വേണം കരുതാൻ. നിങ്ങളുടെ തന്നെ മികച്ച പതിപ്പായി മാറാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളെ സദാ തിരുത്തി എഴുതേണ്ടി വരും. അപ്പൊ ചില വിശ്വാസങ്ങൾ, ചില ശീലങ്ങൾ നമ്മൾ ശീലിക്കുന്നതിനകത്ത് നമുക്ക് പോരായ്മ വരുത്തുന്നു എന്നാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. ശീലങ്ങൾക്ക് മികച്ച ഫലങ്ങൾ തരുവാൻ കഴിയുമെങ്കിലും അതിലുപരി അവർ നിങ്ങളെപ്പറ്റി സ്വയമുള്ള അവബോധം മാറ്റുകയാണ് ഏറെ പ്രധാനമായി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ അറ്റോമിക് ഹാബിറ്റ്സിന്റെ രണ്ടാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ജെയിംസ് ക്ലിയർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സിന്റെ
മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.